അപ്പോൾ നമുക്കിന്നേ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. എന്നും ഈ സവോളയും തക്കാളിയും ഒക്കെ ചേർത്തല്ലേ ഉണ്ടാക്കണേ. നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് അതിട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി നല്ലപോലെ ഉണ്ടേ. നമ്മൾ വേറെ അധികമൊന്നും ചേർക്കണില്ല. സവാള, ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ചേർക്കണില്ല. അതുകൊണ്ട് വെളുത്തുള്ളി നല്ലപോലെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 1 മിനിറ്റ് ഒന്ന് വാട്ടാം. അതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറിക്കോ റോസ്റ്റിന് എടുക്കണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടി വന്നിട്ട് അതിലേക്ക് നമ്മൾ കാന്താരി മുളക് ചതച്ചത് അതും നല്ലപോലെ എടുക്കുന്നുണ്ട്. മറ്റ് എരിവുകളൊന്നും അധികം ചേർക്കുന്നില്ല. കുറച്ച് നമുക്ക് ഉണക്കമുളക് ചതച്ചത് അത് ചേർക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത്, 1 മുറി തേങ്ങയുടെ കൊത്തുണ്ട്, അത് നമ്മൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. അതൊന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി തേങ്ങ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കണുള്ളൂ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇതും കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റായി നല്ലപോലെ മിക്സായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ചിക്കൻ കൂടുതലാണ്, പാത്രം നമ്മുടെ ചെറുതാണ്. അത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്. മറ്റ് പുളിക്ക് വേണ്ടി നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഈ തൈര് ചേർക്കുമ്പോൾ പുളി സെറ്റാവും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം ഒന്ന് മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ അതൊന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കുക. വീണ്ടും മൂടി വെച്ച് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ വേവിച്ചെടുക്കുക. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മസാല, നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. അതിലേക്ക് പെരിഞ്ജീരകം ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് അതും ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി വെച്ചു. ഇനി അതിലേക്കായിട്ട് നമ്മളിപ്പോൾ ആകെ എടുക്കുന്ന ഉള്ളി കുറച്ച് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് ചേർത്ത് ഇളക്കുക. തീ ഇന്നേരം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിനുശേഷം നേരത്തെ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് മല്ലിയില അതുകൂടി ഇട്ട് നമ്മൾക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ റോസ്റ്റാണ് ഇത്. ഒരു ഗംഭീര ടേസ്റ്റാണ്. ചൂടാറിയതിന് ശേഷം ചപ്പാത്തിയോ ബ്രെഡോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടിപൊളിയായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.